ഹായ് മക്കളെ, എല്ലാവർക്കും എജ്യൂമെറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVSൽ നമുക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ആദ്യത്തെ 3 ചാപ്റ്റേഴ്സാണുള്ളത്. ഗ്രീൻ എർത്ത്, ടു ദ വേൾഡ് ഓഫ് ആനിമൽസ്, വാട്ടർ ആൻഡ് സോയിൽ എന്നീ 3 ചാപ്റ്റേഴ്സാണുള്ളത്. ഈ 3 ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1, ആൽബം ഓഫ് ലീവ്സ്. ക്വസ്റ്റ്യൻ എ, Renu collected different varieties of leaves to prepare album. They are given in the picture. Write the name of the plant. രേണു അവളുടെ ലീവ്സിൻ്റെ ഒരു ആൽബം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വെറൈറ്റി ഓഫ് ലീവ്സ് കളക്ട് ചെയ്തു, കുറച്ച് ലീവ്സ് കളക്ട് ചെയ്തു. അവയുടെ ചിത്രങ്ങൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അത് ഏതൊക്കെ പ്ലാന്റിൻ്റെ ലീവ്സ് ആണെന്നാണ് എഴുതാനായിട്ട് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ ലീഫ് നോക്കിക്കിയത് എന്തിൻ്റെ ലീഫാണ്? ഇത് ഹിബിസ്കസിൻ്റെ ലീഫാണ്, അതായത് ചെമ്പരത്തിയുടെ ലീഫാണ്. സെക്കൻഡ് ബേസിൽ, തുളസിയാണ്. തേർഡ് ബനാന ട്രീ അല്ലെ, വാഴയില ആണ് തന്നിട്ടുള്ളത്. പിന്നെ ഫോർത്ത് പപ്പായയുടെ ലീഫാണ് കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ബി, വിച്ച് വൺ ഹാസ് ദ ബിഗ്ഗസ്റ്റ് ലീഫ് എമംഗ് ബേസിൽ, ഹിബിസ്കസ് ആൻഡ് ടീക്ക്? ബേസിലാണോ, ഹിബിസ്കസ് ആണോ, ടീക്ക് ആണോ? ഇത് മൂന്നിൻ്റെ ഏതിൻ്റെ ലീഫാണ് ബിഗ്ഗസ്റ്റ്, വലുത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ടീക്കിൻ്റെ ലീഫാണ് ഏറ്റവും വലുത് കേട്ടോ. ഇനി ഇതിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻ സി, യു ക്യാൻ സീ മെനി പ്ലാന്റ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ് സ്പ്രൗട്ടിംഗ് ഔട്ട് ഫ്രം സീഡ്സ്, ഗ്രോയിങ് ഫ്രം സ്റ്റെംസ് ആൻഡ് ദ ലീവ്സ്. റൈറ്റ് ദം ഇൻ ദ ടേബിൾ. നോക്കിക്കേ, നമുക്ക് വിത്ത് മുളച്ചുണ്ടാവുന്നതും അതുപോലെ തന്നെ സ്റ്റെമ്മിൽ നിന്ന്, തണ്ടിൽ നിന്ന് ഉണ്ടാവുന്നതുമായിട്ടുള്ള ഒരുപാട് ചെടികൾ നമുക്ക് ചുറ്റുമുണ്ട് അല്ലേ. ആ ചെടികളുടെ പേരുകൾ എന്ത് ചെയ്യണം? ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തേത് നോക്കിക്കേ, പ്ലാന്റ്സ് ഗ്രോയിങ് ഫ്രം സ്റ്റെമ്മിൽ നിന്ന്, അതായത് നമ്മൾ ഒരു കമ്പ് കുത്തിയിട്ട് ഉണ്ടാകുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് എക്സാമ്പിളാണ് റോസ്, ഹിബിസ്കസ്, ബന്യൻ ട്രീ, ടാപ്പിയോക്ക, ഷുഗർ കെൻ. ഇതൊക്കെ റോസ്, ചെമ്പരത്തി, അതുപോലെ നമ്മളുടെ കപ്പ, പിന്നെ കരിമ്പ്, ഇതെല്ലാം സ്റ്റെമ്മിൽ നിന്നാണ് ഗ്രോ ചെയ്യുന്നത് കേട്ടോ. ഇനി സെക്കൻഡ് നോക്കൂ, പ്ലാന്റ്സ് സ്പ്രൗട്ടിംഗ് ഔട്ട് ഫ്രം സീഡ്സ്. വിത്ത് മുളച്ചുണ്ടാകുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ്? മാംഗോ, ജാക്ക് ഫ്രൂട്ട്, കോക്കനട്ട്, കോണ്, ഇതെല്ലാം എന്താണ്? വിത്ത് മുളച്ചാണ് ഉണ്ടാവുന്നത്. ഇനി തേർഡ് എന്താണ്? പ്ലാന്റ്സ് ഗ്രോയിങ് ഫ്രം ദ ലീവ്സ്. ഇലകളിൽ നിന്ന് ഉണ്ടാവുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ് മക്കളെ? കാക്ടസ്, അലോവേര, ബ്രയോഫിലം, ഇതൊക്കെ ലീവ്സിൽ നിന്നാണ് ഗ്രോ ചെയ്യുന്നത്. കാക്ടസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇതില്ലേ, കള്ളിമുൾ ചെടി, അതുപോലെ തന്നെ പിന്നെ അലോവേര എന്ന് വെച്ചാൽ കറ്റാർവാഴ, ഇതെല്ലാം എന്താണ്? ലീഫിൽ നിന്നാണ് ഉണ്ടാകുന്നത് കേട്ടോ. ഇനി ആക്ടിവിറ്റി 2, വെറൈറ്റി ഇൻ ഫീച്ചേഴ്സ്. ക്വസ്റ്റ്യൻ എ എന്താണ്? ഐഡൻറ്റിഫൈ ദ ബോഡി പാർട്സ് ഓഫ് ദ ആനിമൽസ് ഇൻ ദ ഫോളോയിങ് പിക്ചേഴ്സ്. നമുക്ക് താഴെ കുറച്ച് ആനിമൽസിൻ്റെ കുറച്ച് ബോഡി പാർട്സ് തന്നിട്ടുണ്ട്. ഈ ആനിമൽസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ആദ്യത്തെ നോക്കിക്കേ, ഈ ലെഗ് ഏതിൻ്റെയാണ് മക്കളെ? എലഫൻറ്റിൻ്റെയാണ്. രണ്ടാമത്തെ ഈ ഫെദർ എന്തിൻ്റെയാണ്? പീക്കോക്കിൻ്റെയാണ്, മയിലാണ്. മൂന്നാമത്തേത് സീബ്രയാണ്. നാലാമത്തേത് ഹെന്നാണ്, കോഴിയാണ്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ബി, രേണു ഹാസ് ആൻ ആൽബം ഓഫ് ഡിഫറെൻറ്റ് ക്രിയേച്ചേഴ്സ്. ടീച്ചർ ആസ്ക്സ് ഹെർ ടു ക്ലാസിഫൈ ദം ഇൻ ദ ബേസ് ഓഫ് ദെയർ മൂവ്മെൻറ്റ്. രേണുവിൻ്റെ ആൽബത്തിൽ ഒരുപാട് മൃഗങ്ങളുടെയൊക്കെ ചിത്രങ്ങളുണ്ട്. ടീച്ചർ എന്ത് പറഞ്ഞു? ഇതിനെ അവയുടെ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഇവയുടെ ചലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്ത് എഴുതാനായിട്ട് പറഞ്ഞു. ആദ്യത്തേത് എന്താണ്? ക്രോളിംഗ്, ഇഴയുന്ന ജന്തുക്കൾ ഏതൊക്കെയാണ് മക്കളെ? സ്നേക്ക്, സ്നെയിൽ എന്ന് വെച്ചാൽ പാമ്പ്, സ്നെയിൽ, ഒച്ച്, പിന്നെ എർത്ത് വർമ്മ്, മണ്ണിര, സെൻറ്റിപ്പേഡ്, മില്ലിപ്പേഡ്, തേരട്ടയും അതുപോലെ തന്നെ നമ്മളുടെ പഴുതാരയൊക്കെ ഇഴയുന്നവയാണ്. ഇനി നെക്സ്റ്റ് വാക്കിംഗ്, നടക്കുന്നവ ഏതൊക്കെയാണ്? എലഫൻറ്റ്, ക്യാറ്റ്, ഡോഗ്, ലയൺ, ടൈഗർ, ഇതൊക്കെ വാക്കിംഗ് ആനിമൽസ് ആണ്. പിന്നെ ഫ്ലൈയിങ്, പറക്കുന്ന അനിമൽസ് ഏതൊക്കെയാണ് മക്കളെ? ബേർഡ്സ് ഏതൊക്കെയാണ്? പാരറ്റ്, സ്പാരോ, വുഡ് പെക്കർ, ഈഗിൾ, ഇതെല്ലാം എന്താണ്? പറക്കുന്നവയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ സി, വിച്ച് ബോഡി പാർട്സ് ഓഫ് ദ ക്രിയേച്ചേഴ്സ് ഹെൽപ്പ് ദം ടു ക്യാച്ച് ദെയർ പ്രേസ് ആൻഡ് ഈറ്റ്. താഴെ നമുക്ക് കുറച്ച് ജീവികളുടെ പേരുകൾ തന്നിട്ടുണ്ട്. അവയുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് അവയെ ഇര പിടിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം ഡക്കിൻ്റെ എന്താണ് മക്കളെ? ബീക്കാണ്, അതായത് കൊക്കാണ് സഹായിക്കുന്നത്. പിന്നെ ഫ്രോഗിൻ്റെ ടങ്ങാണ്, നാവാണ്. പിന്നെ ഈഗിൾ, പരുന്തിൻ്റെ ഐസാണ്, അതായത് പരുന്തിന് നല്ല കാഴ്ചശക്തി ഉണ്ട്, അപ്പോൾ ഐസാണ് അതിന് സഹായിക്കുന്നത്. അല്ലെങ്കിൽ ബീക്ക് എന്ന് എഴുതാം കേട്ടോ, കൊക്ക് കൊണ്ട് കൊത്തിയെടുക്കുന്നത് കൊണ്ട് ബീക്ക് എന്ന് എഴുതാം. പിന്നെ ലയണിൻ്റെ ക്ലൗസ് ആണ് സഹായിക്കുന്നത്. ആക്ടിവിറ്റി 3, മെനി ഫോം വൺ ലൈഫ്. ക്വസ്റ്റ്യൻ 1 നോക്കിക്കേ, ഐഡൻറ്റിഫൈ ദ ബട്ടർഫ്ലൈസ്. നമുക്ക് താഴെ 4 ബട്ടർഫ്ലൈസിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. ഇവയുടെ പേരെഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തേത് ടോണി കോസ്റ്ററാണ്. സെക്കൻഡ് ബ്ലൂ ടൈഗർ. തേർഡ് ക്രിംസൺ റോസ്. ഫോർത്ത് കോമൺ മോർമോൺ.
ഇതിലെ ബി ക്വസ്റ്റ്യൻ നോക്കൂ. കംപ്ലീറ്റ് ദ ലൈഫ് സൈക്കിൾ ഓഫ് എ ബട്ടർഫ്ലൈ. ഒരു ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് വിട്ടുപോയ അതിൻ്റെ ഭാഗങ്ങൾ പേരുകൾ പൂരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം എന്താണ്? എഗ്ഗാണ്. ആദ്യം മുട്ടയാണ് എഗ്ഗ്. പിന്നെ മുട്ട വിരിഞ്ഞ് എന്താവുന്നു? ലാർവയാകുന്നു, പുഴുവാകുന്നു. പിന്നെ ലാർവ വളർന്ന് പ്യൂപ്പയാവുന്നു. ഫോർത്ത് പിക്ചറും പ്യൂപ്പയാണ്. പ്യൂപ്പയുടെ കംപ്ലീറ്റ് വളർച്ചയെത്തിയ ഒരു പിക്ചറാണ്. ഫിഫ്ത്ത് എന്താവുന്നു? പ്യൂപ്പയിൽ നിന്ന് പൊട്ടിയിട്ട് ബട്ടർഫ്ലൈ ഉണ്ടാവുന്നു. Question C. The number of butterflies are decreasing now. What are the reason behind it? Can you help Renu to help to write this? ഇന്നത്തെ കാലത്ത് എന്താണ്? പൂമ്പാറ്റകളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട്. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? അതായത് ബട്ടർഫ്ലൈസിന് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള റീസൺസ് എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദ്യം. ഒരു റീസൺ എന്ന് പറയുന്നത് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, നമ്മൾ കീടനാശിനികൾ പ്രയോഗിക്കുന്നത് കൊണ്ട്, പിന്നെ ക്ലൈമാറ്റിക് ചേഞ്ച്, കാലാവസ്ഥയിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ട്, പൊല്യൂഷൻ, മലിനീകരണങ്ങൾ കൊണ്ട്, ഡിസ്ട്രാക്ഷൻ ഓഫ് ഹാബിറ്റാറ്റ്സ്, ഇവയുടെയൊക്കെ ആവാസ സ്ഥലങ്ങൾ ഹാബിറ്റാറ്റ്സ് നശിപ്പിക്കുന്നത് കൊണ്ട്, അതായത് ഗാർഡനും ട്രീസും ഒക്കെ നശിപ്പിക്കുന്നത് കൊണ്ട്. ആക്ടിവിറ്റി ഫോർ ലാൻഡ് ഓഫ് പ്ലാന്റ്സ്. ക്വസ്റ്റ്യൻ എ. ഫൈൻഡ് ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ്. ഈ പ്ലാന്റിൻ്റെ പാർട്സ്, ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നോക്കിക്കുക. ആദ്യത്തേത് ഇത് ഫ്ലവറാണ്. പിന്നെ ഇവിടെ സെക്കൻഡ് ഫ്രൂട്ടാണ്. പിന്നെ ലീഫ് ഉണ്ട്. പിന്നെ ഇത് സ്റ്റെം ഉണ്ട്. പിന്നെ റൂട്ട്. ഇത്രയാണ് ഒരു പ്ലാന്റിൻ്റെ പാർട്സ്. ഇതിലെ ക്വസ്റ്റ്യൻ ബി. ക്ലാസിഫൈ ദ ഫോളോയിങ്. താഴെ തന്നിട്ടുള്ളത് ക്ലാസിഫൈ ചെയ്തെഴുതാൻ, തരം തിരിച്ചെഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. സ്പിനാച്ച് ഉണ്ട്, ഹിബിസ്കസ് ഉണ്ട്. സ്പിനാച്ച് എന്ന് വെച്ചാൽ ചീര, ഹിബിസ്കസ് ചെമ്പരത്തി, പാഡി നെല്ല്, റോസ്, മാംഗോ ട്രീ മാവ്, ജാക്ക് ഫ്രൂട്ട് ട്രീ പ്ലാവ്, തുമ്പ, ടെർമറൻ ട്രീ പിന്നെ അതായത് പുളിമരം, പിന്നെ കോഫി പ്ലാന്റ്, ടീക്ക്, തേക്ക്, വീറ്റ്, ഗോതമ്പ്, തുളസി, ബനിയൻ ട്രീ നമ്മുടെ ആള്, ടീ പ്ലാന്റ് തേയില. ഓക്കെ, അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്ത് എഴുതണം. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യേണ്ട മക്കളെ? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് എന്നാണ് ക്ലാസിഫൈ ചെയ്ത് എഴുതേണ്ടത്. ആദ്യം ഇതിലുള്ള ഹെർബ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്പിനാച്ച്, വീറ്റ്, ഇത് രണ്ടും ഇതിലുള്ള ഹെർബ്സ് ആണ്. പിന്നെ ഷ്രബ്സ് ഏതൊക്കെയാണ്? ഹിബിസ്കസ്, റോസ്, തുളസി, തുമ്പ, കോഫി പ്ലാന്റ്, ടീ പ്ലാന്റ്, ഇതെല്ലാം ഷ്രബാണ്. പിന്നെ ട്രീയോ? മാംഗോ ട്രീ, ബനിയൻ ട്രീ, ജാക്ക് ഫ്രൂട്ട് ട്രീ, ടെർമറൻ ട്രീ, ഇതെല്ലാം ട്രീ ആണ്. ഇതിലുള്ള സി ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വൈൻ പ്ലാന്റ്സ്? ഇഴവള്ളികളുടെ പ്രത്യേകത എന്താണ്? വൈൻ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഇഴവള്ളികൾ. ഇഴവള്ളികളുടെ പ്രത്യേകത എന്താണ്? സ്പ്രെഡ് ലൈക്ക് എ ക്രീപ്പർ, ഇഴഞ്ഞ് പോകുന്നു. പിന്നെയോ? ദേ ആർ ഇലോങ്ങേറ്റഡ് പ്ലാന്റ്സ്, കുറച്ച് നീളമുള്ള ചെടികളായിരിക്കും. ആൻഡ് ദേ നീഡ് സപ്പോർട്ട് ടു ഗ്രോ, അവർക്ക് വളരാനായിട്ടൊരു സപ്പോർട്ട് വേണം. അതായത് ഒരു തടിയോ എന്തെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കണമെങ്കിലേ അവർ വളരുകയുള്ളൂ. ഇനി ആക്ടിവിറ്റി 5. വാട്ടർ എലിക്സർ ഓഫ് ലൈഫ്. ക്വസ്റ്റ്യൻ എ. Water is used for different purpose in school. Which is the major source of water in your school? നമ്മുടെ സ്കൂളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാട്ടർ സോഴ്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളുടെ സ്കൂളിൽ ഏതാണെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കുക. ഞാനിവിടെ വെല്ല്, കിണറാണ് എഴുതുന്നത്. ചില സ്കൂളിൽ എന്തായിരിക്കും? കുഴൽ കിണറായിരിക്കും. അപ്പോൾ അത് എഴുതി കൊടുക്കുക കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ബി. ലുക്ക് അറ്റ് രേണൂസ് ഹൗസ്. റൈറ്റ് ഡൗൺ ദ പർപ്പസസ് ഓഫ് വാട്ടർ ഇൻ ഹെർ ഹൗസ്. രേണുവിൻ്റെ വീട് കണ്ടോ? അവരുടെ വീട്ടിൽ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് വാട്ടർ യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയായിരിക്കും? ഫോർ ഡ്രിങ്കിങ്, കുടിക്കാൻ, ഫോർ ബാത്തിങ്, കുളിക്കാൻ, പിന്നെ ഫോർ വാഷിംഗ് ക്ലോത്ത്സ്, വസ്ത്രങ്ങൾ അലക്കാൻ, ഫോർ വാഷിംഗ് പ്ലേറ്റ്സ്, പാത്രങ്ങൾ കഴുകാൻ, ഫോർ ബാത്തിങ് ആനിമൽസ്, അല്ലെ മൃഗങ്ങളെ കഴുകാൻ, പെറ്റ്സ്, മൃഗങ്ങളെ കഴുകാൻ വേണ്ടിയിട്ട്. ഇതിനെല്ലാം ഫോർ വാഷിംഗ് വെഹിക്കിൾസ്, വാഹനം കഴുകാൻ, ഫോർ വാട്ടറിങ് പ്ലാന്റ്സ്, നമ്മുടെ ചെടികൾ നനയ്ക്കാൻ, ഇതിനെല്ലാം വെള്ളം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിൽ തന്നെയുള്ള സി ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് വിൽ ഹാപ്പൻ ടു ഹ്യൂമൻ ബീങ്സ് ആൻഡ് അതർ ലിവിങ് തിങ്സ് ഇഫ് ദേ ഡു നോട്ട് ഗെറ്റ് ഇനഫ് വാട്ടർ? റൈറ്റ് യുവർ കമൻറ്റ്സ്. ജീവികൾക്കും മനുഷ്യർക്കും ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽസ് ഡോണ്ട് ഗെറ്റ് ഇനഫ് വാട്ടർ ദേ വിൽ ഫീൽ തേഴ്സ്റ്റി ആൻഡ് ടയേർഡ് ആൻഡ് ദേ വിൽ ഗെറ്റ് സിക്ക്. അവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ മക്കളെ? തേഴ്സ്റ്റി, ദാഹം ഉണ്ടായിരിക്കും, അതുപോലെ ക്ഷീണം ഉണ്ടായിരിക്കും. പിന്നെയോ? ദേ വിൽ ഗെറ്റ് സിക്ക്, അവർക്ക് അസുഖങ്ങൾ വരാം. മേ ബി ഫർദർ ദേ വിൽ ഡൈ, അല്ലേ? ചിലർ മരിക്കാൻ വരെ, ജീവികൾ ചത്തുപോകാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മനസ്സിലായ മക്കളെ? നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നല്ലതുപോലെ മനസ്സിലാക്കി പോവുക. ഞാൻ പറഞ്ഞതുപോലെ നമ്മളുടെ 3 ചാപ്റ്റേഴ്സും നല്ലതുപോലെ പഠിച്ചു പോവുക. ഈ 3 ചാപ്റ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മളുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർ വീഡിയോ കണ്ടു നോക്കുക കേട്ടോ. മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ വൈകാതെ നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്